തിരുവനന്തപുരത്ത് ഇന്നലെ CPM-ൻ്റെ സമരം ഉണ്ടായിരുന്നു ഇഡിക്കെതിരെ. അതിനകത്ത് കുറേ ടീംസ് ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടു. ഞാനിപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചത് ഇമാരെന്നാ പറയുന്നതെന്ന് ഒന്ന് കേട്ടു നോക്കി. പൊട്ടന്മാർ അവിടെ പോയിരുന്നുണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? VD സതീശ സൂക്ഷിച്ചോ, നരേന്ദ്രമോദി സൂക്ഷിച്ചോ. 51 വെട്ടു എന്നാണോ അമ്മമാർ പറയുന്നത്? കണ്ട് ഇവനെ പിടിച്ച് ജയിലിലിടാനുള്ള എല്ലാ വകുപ്പുകളും ആ മുദ്രാവാക്യത്തിലുണ്ട്. പ്രധാനമന്ത്രിയൊക്കെയാണ് സൂക്ഷിച്ചോളാൻ പറയുന്നത്. TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ നട്ടലിൽ പണയം വെക്കാത്ത ഒരു നേതാവായിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് വഴങ്ങാത്തതുകൊണ്ടാണ് പുള്ളി 51 വെട്ടേറ്റ് കൊല്ലപ്പെടേണ്ടി വന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, നേരെ നേരെ പോകും. അതുകൊണ്ടാണ് അയാൾ ഇവന്മാർ ഗുണ്ടകളാൽ കൊല്ലപ്പെട്ടത്. ദാക്ഷിണ്യമില്ലാതെ വെട്ടിക്കൊല ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ പുള്ളിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നാ വലിയ നേതാവായനെ. അതുപോലെ ഉയർന്നു വരുന്ന അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നേരോടെ നയിക്കുന്ന CPM-ൻ്റെ നേതാക്കന്മാർ ഇഷ്ടം വരുന്നു. അങ്ങനെയുള്ളവരൊന്നും പിണറായി വിജയനൊന്നും വളർത്തിക്കൊണ്ട് വരത്തില്ല. അതിൻ്റെ തെളിവാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കും. അതിനകത്ത് ഇരിക്കുന്നുണ്ടോ MV ഗോവിന്ദന്, ഉടുമ്പൻചോല പഴയ MLA ജയചന്ദ്രൻ, ജോൺ ബ്രിട്ടാസ്, പഴയ മേയർ, ഇവരൊക്കെ വിവരമുള്ളവരാണെങ്കിൽ പറയണ്ട അങ്ങനത്തെ മുദ്രാവാക്യം ഒന്നും വിളിക്കരുത്. ഇവർക്ക് വല്ല വിവരമുണ്ടോ?